ആഫ്റ്റർ പ്ലസ് ടു നിങ്ങൾക്ക് ഇപ്പൊ ഏത് കോഴ്സാണ് ചൂസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇപ്പൊ ഈ ഓരോ കോഴ്സ് ചൂസ് ചെയ്യുമ്പോഴത്തേക്കും എൻട്രൻസ് എക്സാം ഏതൊക്കെയാണെന്നുള്ള കൺഫ്യൂഷനിലായിരിക്കും അല്ലേ. അപ്പൊ പ്ലസ് ടു കഴിഞ്ഞ് ഏതൊക്കെ കോഴ്സ് ആണ് ചൂസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഏതൊക്കെ കോഴ്സുകൾ ഉണ്ട് എന്നുള്ള വീഡിയോ നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. ഇനി എൻട്രൻസ് എക്സാമിനെ കുറിച്ച് നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. എല്ലാ കോഴ്സിനും എൻട്രൻസ് എക്സാം വേണമെന്ന് ചോദിച്ചാൽ അതിന്റെ ആവശ്യമില്ല. ബട്ട് നമ്മൾ ചൂസ് ചെയ്യുന്ന കോഴ്സിനെ കുറിച്ചും അല്ലെങ്കിൽ നമ്മൾ ചൂസ് ചെയ്യുന്ന കോളേജസിനെയും ബേസ് ചെയ്തിരിക്കും നമുക്ക് എൻട്രൻസ് എക്സാം എഴുതേണ്ടത്. ചില കോളേജസിലൊക്കെ പ്ലസ് ടു മാർക്ക് ബേസ് ചെയ്തായിരിക്കും അവർ അഡ്മിഷൻ എടുക്കുന്നത് അല്ലെങ്കിൽ അഡ്മിഷൻ നോക്കുന്നത്. ഇപ്പം ബട്ട് നമ്മൾ പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് നമ്മൾ അഡ്മിഷൻ നോക്കുന്നതെങ്കിൽ, ഇപ്പം NIT IIT പോലുള്ള അടുത്താണ് നോക്കുന്നതെങ്കിൽ നമുക്ക് അവിടെ എൻട്രൻസ് എക്സാം മാൻഡേറ്ററി ആയിട്ടുണ്ട്. ഫസ്റ്റ് നമുക്ക് നോക്കുന്ന എൻട്രൻസ് എക്സാം എന്ന് പറയുന്നത് JEE ആണ്. ഈ എഞ്ചിനീയറിംഗ് കോഴ്സുകൾക്ക് നോക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള എക്സാം ആണ് JEE എന്ന് പറയുന്നത്. അതില് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ഈ 3 സബ്ജക്ട്സ് ആണ് നമ്മൾ മെയിൻ ആയിട്ട് പ്രിപ്പയർ ചെയ്യേണ്ടത്. ഈ ഒരു JEE 2 ലെവൽ ഉണ്ട്, ഒന്ന് മെയിനും ഒന്ന് അഡ്വാൻസും ആണ്. പിന്നെ കേരളത്തിലാണെങ്കിൽ കീം എന്നുള്ള എക്സാം ആണ് വരുന്നത്. ഇനിയുള്ളത് നീറ്റ് ആണ്, നാഷണൽ എലിജിബിലിറ്റി കം എൻട്രൻസ് എക്സാം എന്നാണ്. ഇതിൽ കൂടുതലും നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത് ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയാണ്. ഈ മെഡിക്കൽ ഫീൽഡിലേക്കുള്ള അല്ലെങ്കിൽ മെഡിക്കൽ കോഴ്സിലേക്കുള്ള അഡ്മിഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു എൻട്രൻസ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത്. അടുത്തതെന്ന് പറയുമ്പോൾ നെസ്റ്റ് ആണ്. ഇതധികം ആരും കേൾക്കാത്ത ഒരു എൻട്രൻസ് എക്സാം ആണ്. നാഷണൽ എൻട്രൻസ് സ്ക്രീനിങ് ടെസ്റ്റ് എന്നാണ് ഇതിന് പറയുന്നത്. ഇതിപ്പം വരുന്നത് വെച്ചാൽ ഇപ്പൊ നാഷണൽ ഇമ്പോർട്ടൻസ് ഉള്ള ഇപ്പൊ നൈസറിലേക്ക് അല്ലെങ്കിൽ അതുപോലെ ഉള്ള ഇമ്പോർട്ടൻസ് ഉള്ള യൂണിവേഴ്സിറ്റിയിലേക്ക് അഡ്മിഷൻ നേടാനായിട്ട് നമ്മൾ ഈ ഒരു എൻട്രൻസ് എക്സാം അറ്റൻഡ് ചെയ്യണം. അടുത്തത് നമുക്ക് ICAR ആണ്. അതെന്ന് പറയുമ്പോഴത്തേക്കും ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ച്. ഇതിൽ AIEEA എന്നുള്ള എക്സാം ആണ് അഗ്രികൾച്ചറിന് അല്ലെങ്കിൽ അതുപോലുള്ള അലൈഡ് കോഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ എഴുതാൻ പോകുന്നത്. ഇതിൽ VHSC കഴിഞ്ഞവർക്കും ഈ ഒരു എൻട്രൻസ് എക്സാം എഴുതാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിൽ വരുന്ന ഒരു പ്രത്യേകത എന്താന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു എൻട്രൻസ് എക്സാമിന്റെ സബ്ജക്ട് നമുക്ക് തന്നെ ചൂസ് ചെയ്യാവുന്നതാണ്. അടുത്തത് NATA ആണ്, നാഷണൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഇൻ ആർക്കിടെക്ചർ ആണ്. ആർക്കിടെക്ചർ പരമായിട്ടുള്ള BArch ഒക്കെ ചൂസ് ചെയ്യുന്ന സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള എൻട്രൻസ് എക്സാം ആണ് ഇത്. ഇത്രയും നേരം നമ്മൾ സയൻസ് ബാക്ക്ഗ്രൗണ്ടിലുള്ളവർക്കുള്ള എൻട്രൻസ് എക്സാം ആണ് നോക്കിയത്. ഇനി നമുക്ക് കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ടിൽ അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ് ബാക്ക്ഗ്രൗണ്ടിലുള്ളവർക്കുള്ള എൻട്രൻസ് എക്സാം നോക്കാം. അതിൽ ആദ്യം വരുന്നത് ക്ലാറ്റ് ആണ്. ക്ലാറ്റ് എന്ന് പറയുമ്പോൾ കോമൺ ലോ അഡ്മിഷൻ ടെസ്റ്റ് ആണ്. ഇതിൽ ലോ പരമായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് ഈ ഒരു എൻട്രൻസ് എക്സാം അറ്റൻഡ് ചെയ്യാം. അടുത്തതെന്ന് പറയുമ്പോഴത്തേക്കും HSE ആണ്, ഹ്യൂമാനിറ്റീസ് ആൻഡ് സോഷ്യൽ സയൻസ് എൻട്രൻസ് എക്സാം ആണ്. ഇപ്പൊ ഈ IIT-യിലൊക്കെ നമുക്ക് ഇന്റഗ്രേറ്റഡ് MA എടുക്കണം എന്നുണ്ടെങ്കിൽ അവിടെ അതൊരു 5 ഇയർ കോഴ്സ് ആണ്. അതിന് വേണ്ടിയിട്ടുള്ള ഒരു എൻട്രൻസ് എക്സാം ആണ് ഇത്. അടുത്തതെന്ന് പറയുന്നത് NCHMCT ആണ്, നാഷണൽ കൗൺസിൽ ഫോർ ഹോട്ടൽ മാനേജ്മെന്റ് ആൻഡ് കാറ്ററിംഗ് ടെക്നോളജി ആണ്. ഇപ്പൊ പേര് പോലെ തന്നെ ഹോട്ടൽ മാനേജ്മെന്റ് ഒക്കെ പഠിക്കാൻ നാഷണൽ ലെവലിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കാനായിട്ട് ഈ ഒരു എൻട്രൻസ് എക്സാം അറ്റൻഡ് ചെയ്യുന്നതാണ്. അടുത്തത് NIDയും NIFT ആണ്. അതെന്ന് പറയുമ്പോഴത്തേക്കും നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഡിസൈനിങ്ങും നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഫാഷൻ ടെക്നോളജിയാണ്. ഡിസൈൻ പരമായിട്ടും ഫാഷൻ പരമായിട്ടും ഒക്കെ നിങ്ങൾക്ക് നാഷണൽ ലെവലിൽ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു എൻട്രൻസ് എക്സാം അറ്റൻഡ് ചെയ്യേണ്ടതാണ്. ഇനി പറയേണ്ടതെന്ന് വെച്ചാൽ NDA ആണ്. ഇതിപ്പോ എല്ലാവർക്കും കോമൺ ആയിട്ട് അറിയാവുന്നതാണ്, നാഷണൽ ഡിഫൻസ് അക്കാഡമി. ഇതിനകത്ത് എയർഫോഴ്സ്, നേവി, ആർമി ആണ് വരുന്നത്. ഇതിൽ എയർഫോഴ്സ്, നേവി എന്ന് പറയുന്നത് നമുക്ക് സയൻസ് ബാക്ക്ഗ്രൗണ്ടിലുള്ളവർക്കാണ് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നത്. ആർമി കൊമേഴ്സ് ആയാലും ഹ്യൂമാനിറ്റീസ് ആയാലും സയൻസ് ബാക്ക്ഗ്രൗണ്ടിലുള്ളവർക്ക് അറ്റൻഡ് ചെയ്യാം. പിന്നെ അവർ ശ്രദ്ധിക്കുന്നത് ഈ കൊമേഴ്സും ഹ്യൂമാനിറ്റീസും ബാക്ക്ഗ്രൗണ്ടിലുള്ളവർ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇതിനകത്ത് വരുന്ന ഒരു മെയിൻ സബ്ജക്ട് എന്ന് പറയുന്നത് മാത്തമാറ്റിക്സ് ആണ്. അപ്പൊ ഇത്രയും നമ്മൾ എൻട്രൻസ് എക്സാമിനെ കുറിച്ച് പരിചയപ്പെട്ടു, ഇത്രയും നമ്മൾ അറിഞ്ഞു. അപ്പൊ ഇതിന് നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, ഏതെങ്കിലും എൻട്രൻസ് എക്സാമിനെ കുറിച്ച് അല്ലെങ്കിൽ എന്റെ ഡേറ്റിനെ കുറിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിനെ കുറിച്ച് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഫീൽ ഫ്രീ ടു കോൺടാക്ട് us.